ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ഇങ്ങനെ വീട്ടിലേക്ക് പെട്ടെന്ന് പോയത്. അപ്പോൾ തേജപ്പനും മിൻഷേട്ടനും ആരും എൻറ്റിട്ടില്ല കേട്ടോ. അത് ഇന്നലത്തെ വീഡിയോയാണ്, ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി ഇന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ടാളും എൻറ്റിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ എൻറ്റിട്ടുണ്ട്. ഞാനൊരു 6:15 6:30 ആകുമ്പോൾ നീച്ചു. അപ്പോൾ അച്ഛതേ എനിക്ക് വിളക്ക് കൊളുത്തുന്നുണ്ട്. അച്ഛൻ കറക്റ്റ് ഒരു 6 മണി 6:15 6:30 അതിൻ്റെ ഉള്ളിൽ അച്ഛൻ അങ്ങനെ പോയി അച്ഛൻ വിളക്ക് കൊളുത്തുട്ടാ. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങണം. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രേച്ചീൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനെ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ 8:30 അവർ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പെണ്ണിൻ്റെ അവിടേക്ക് പോകും. മണ്ണുത്തിയാണ് കേട്ടോ വരണത്. അപ്പോൾ പെണ്ണിൻ്റെ അവിടേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി തത്രപ്പാട് അടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അമ്മ അതേ ഞങ്ങൾ പോകുമ്പോഴേക്കും ചായക്കുള്ളതാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ എനിക്കിനി കുളിക്കുക, പുറപ്പെടുക, തേജുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നോക്കി പോവാൻ വേണ്ടു. ഞങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് രാവിലെ പോവാന്നാണ്. പക്ഷെ ഞങ്ങളുടെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ ചിത്രേച്ചിൻ്റെ വീട്ടിലാണ് പരിപാടി എന്നാണ്. മുഹൂർത്തം 10:30 എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രേച്ചിൻ്റെ വീട്ടിലാണ് പരിപാടി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നോട്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ, 10:00 കൂടി എത്തിയാൽ പോരെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെയാണ് ചിത്രേച്ചി വിളിക്കുമ്പോൾ പറയണത് ചേച്ചിയുടെ വീട്ടിലല്ല, നമുക്ക് തൃശ്ശൂരും കിടന്ന് മണ്ണുത്തിക്ക് പോകണം, നമ്മുടെ നേരത്തെ എത്തണം, വീട്ടിൽ നിന്ന് വണ്ടി ഉണ്ട്, അതിലാണ് പോവാന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രി ചട്ട് പിടുന്നതിന് എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. ആദ്യം തന്നെ നമ്മുടെ തേജുവിനെ കുളിപ്പിച്ചിട്ട് ഇതേ ചായ കൊടുക്കാൻ ഇരുത്തിയിട്ടോ. അച്ഛനാണെങ്കിൽ പിന്നാലെ നടക്കട്ടോ അവൻ്റെ. അതായത് അവർ ഇരുന്ന് കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും നിന്നിട്ട് വേങ്കഴിക്ക് തേജു ഇതാണ് അവിടെ ഇവിടെയൊക്കെ നിന്ന് അച്ഛൻ പറയണത് കേട്ടാ. തേജുവിനാണെങ്കിൽ അത് കേട്ട ദേഷ്യമാണോ, ഒന്നും മിണ്ടാണ്ട് നിൽക്കും, ഞാൻ ഒന്ന് കഴിക്കട്ടെ എന്നിട്ട് ചോദിക്കുക. പിന്നെ ഞാൻ വേഗം പുറപ്പെടൽ തുടങ്ങി. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കത് എപ്പോഴുള്ളൊരു സ്വഭാവമാണ്. ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാണ്ട് പോവുക. എനിക്ക് എന്തൊക്കെയോ ഒരു വീർപ്പ് മുട്ടൽ തോന്നും ഫുഡ് വല്ലാണ്ട് അങ്ങോട്ട് കഴിച്ചാൽ. അപ്പം ഞാൻ പരമാവധി എങ്ങോട്ടായാലും മുമ്പ് ഫുഡ് ഒഴിവാക്കുക, അവിടെ ചെന്ന് തട്ടാലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. വിൻഷേട്ടനും തേജും കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം പുറപ്പെടാണ്ട് നമുക്ക് പുറപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് ടൈം എടുക്കുമല്ലോ. അധികം ടൈമൊന്നും എടുക്കില്ലെങ്കിലും നമ്മളങ്ങനെ പെൺപിള്ളേരനെ അങ്ങനെയല്ല പറയുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സാരി ഉണ്ടായിരുന്നത്. ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ, kylin.in എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് അയച്ചിട്ടുള്ളതാട്ടോ കൊളാബിന് വേണ്ടിയിട്ട്. കുറച്ച് നാളായിട്ട് അയച്ചിട്ട് ഞാനപ്പോൾ ഇങ്ങനെ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ എടുക്കുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ എന്നൊരു പ്ലാനിൽ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട. അപ്പോൾ ആരും ഷോർട്സ് അവിടെ എടുക്കുന്നുണ്ട് അവളുടെ. പിന്നെ ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും അങ്ങനെ പറയുന്നുണ്ട് വേഗം പോവാൻ നോക്കിക്കോ, മഴക്കാർ വരുന്നുണ്ട് എന്ന്. പിന്നെ അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട് കേട്ടോ. അതാണ് അമ്മ അങ്ങനെ നിൽക്കണത്. അമ്മ ഇറങ്ങാൻ തന്നെയാണ് അമ്മയും നിൽക്കണത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾക്ക് പകുതിക്ക് വെച്ച് വിചാരിച്ച പോലെ തന്നെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുണ്ടത്തിക്കോട് പള്ളി ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടി. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ അവിടെ കയറി നിന്നു കേട്ടോ. കുറച്ച് നേരം നിന്നു. അതായത് ഞങ്ങളെ ചിറ്റിക്കാൻ വേണ്ടി പെയ്ത മഴ പോലെ എനിക്ക് തോന്നി. കാരണം ഞങ്ങളിവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ചിത്രേച്ചിനെ വിളിച്ചു, ചേച്ചി മഴ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി പറയും ഇവിടെ ഒരു മഴ പോലും, ഇവിടെ നല്ല വെയിലാട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിശയം, എന്താ ഞങ്ങളെ നനയ്ക്കാൻ വേണ്ടി മാത്രം പെയ്ത മഴയാണോ എന്നൊരു ഡൗട്ട്. ഒരു 5-10 മിനിറ്റ് തന്നെ നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. പിന്നെ പെട്ടെന്ന് തോർന്നു കണ്ട വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വെയിലുണ്ട്, പക്ഷെ മഴ ചാറുണ്ടായി. നമ്മൾ പണ്ട് പറയില്ലേ കുറുക്കൻ്റെ കല്യാണമാണെന്ന്, ഞങ്ങൾ അങ്ങനെയായിട്ടാ പറയാ, കുറുക്കൻ്റെ കല്യാണമാണെന്ന്. വെയിലും മഴയും കൂടി ഒന്നിച്ച് വന്നാൽ. അപ്പം ഇവർ ഇവിടെ പുറപ്പെട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്, വണ്ടിയും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രേച്ചി. ഇതാണ് ചിത്രേച്ചീൻ്റെ അനിയട്ട, ആളാണ് കല്യാണ ചെറുക്കൻ, അല്ല എൻഗേജ്മെൻറ്റിൻ്റെ ചെറുക്കട്ട. അപ്പോൾ ഇത് എല്ലാവരും കേട്ടോ ഇവരുടെ. ഇതാണ് ചിത്രേച്ചിൻ്റെ വീട്. അപ്പോൾ നമ്മൾ ചിത്രേച്ചിൻ്റെ മറ്റേ വീട് ഞാൻ ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ അറിയോ വെച്ചാൽ എനിക്കറിയില്ല. മുമ്പത്തെ സബ്സ്ക്രൈബേഴ്സിനെ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ചിത്രേച്ചിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുള്ള വ്ളോഗും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് ചിത്രേച്ചിയുടെ വീടാണ് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് അവർ പുതിയ വീട് വെച്ചിട്ടുള്ളതാണ് ആ വീട്. ഇത് ചിത്രേച്ചി ജനിച്ച് വളർന്ന വീട്. ചിത്രേച്ചി ഇവിടെ തലക്കോട്ടുകര അവിടെയായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ചിത്രേച്ചി ഇതൊരു കാറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുള്ളറ്റ് കൊടുന്നിട്ട് ചിത്രേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇവിടുന്ന് ക്യാമറക്കാർ ചിത്രേച്ചിയുടെ കസിൻ തന്നെയാട്ടോ, അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആൾ തന്നെയായിട്ട് കാറിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 പേരും ഈ കാറിൽ പോയി. അവർ താറിലാട്ടോ വന്നത്, ചിത്രേച്ചിയും ചേച്ചിയുടെ അനിയനും അങ്ങനെ അവരുടെ കസിൻസ് റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ട്രാവലറും കാര്യങ്ങളും വലിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. വിൻഷേട്ടനാണെങ്കിൽ വണ്ടി ട്രാവൽ ചെയ്യുമ്പോണ്ടല്ലോ സൈഡ് സീറ്റ് ഇരിക്കാൻ പറ്റില്ല. വിൻഷേട്ടന് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ജാതി അസ്വസ്ഥതയാണ്. വിൻഷേട്ടന് ഡ്രൈവ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. വിൻഷേട്ടൻ എങ്ങോട്ട് പോകുമ്പോഴും ഡ്രൈവ് ചെയ്യാനാണ് മുമ്പിൽ ഇരിക്കുക. അതുകൊണ്ട് വിൻഷേട്ടൻ കിളി പോയിട്ടായിട്ട് ഇരുന്നായിരുന്നത്. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. ഇത് തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് എത്തിയവര്.
പിന്നെ ഞങ്ങൾ അവരേനെ കാത്തു നിൽക്കട്ടെ. അപ്പോൾ അത് ഓഡിറ്റോറിയത്തിൽ ഇത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നല്ല രസമായിട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പണിയുണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് വേഗം. അത് അടുത്ത വീഡിയോയിൽ കാണാം അതെന്ത് സംഭവം എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സെറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെക്കാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടത്തെ ബാത്റൂമിൽ പോയി. വിൻഷേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൾറെഡി പോയതാണ്. ഇത് ഇവിടെ എത്തിയപ്പോഴത്തെ ബാത്റൂം കണ്ട വിൻഷേട്ടൻ്റെ ബാത്റൂം കണ്ടതിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് തോന്നുന്നു കേട്ടോ. ഈ സൈഡിൽ ഇതേ ബാത്റൂം കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറേ നേരം ഞാനും തേജു ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കട്ടെ. തേജു പറയേണ്ടത് എന്തിനാ ഇവർ ഈ ബാത്റൂം ഇവിടെ കൊടുന്നിച്ച്, ഈ ബാത്റൂം വേറെ എവിടെയെങ്കിലും വെക്കാറുന്നില്ല, അമ്മ അച്ചപ്പ ബാത്റൂമിൽ കയറിയിടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് വിൻഷേട്ടനെ കാത്തിട്ടാണ് നിൽക്കണത്. കാരണം അതെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാവരും കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആട്ടോ ഞങ്ങൾ കുടിക്കണത്. അത് കുറച്ച് കുടിച്ചു. തേജപ്പൻ്റെ ആയിരുന്നു കേട്ടോ. അവൻ കുറച്ച് കുടിച്ചിട്ട് അത് എൻ്റെക്ക് തന്നു. പിന്നെ വിൻഷേട്ടൻ്റെക്ക് കൊടുത്തു. അങ്ങനെ പാസ് ചെയ്തിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേ പറ നിറയ്ക്കുക, പിന്നെ എൻഗേജ്മെൻറ്റിന് അതിൻ്റേതായ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാനും വിൻഷേട്ടനൊക്കെ ഒരു സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. ലേറ്റ് മീൻസ് നമ്മൾക്ക് വീഡിയോ അതായത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇവർ കുറച്ച് പണി പെട്ടിട്ടുണ്ട്. സ്റ്റേജ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയും ഫോട്ടോയും എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്നവരെ ഒട്ടും ഫോക്കസ് വരുന്നില്ല. ലൈറ്റ് ഭയങ്കര ആകെ മൊത്തം ഡള്ളാവുക. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് അയ്യോ ഇതെന്താ ഇരുട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയുന്നുണ്ടായിരിക്കും ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് നിർത്തിയിട്ടായിട്ട് എല്ലാ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നത്. പിന്നെ ഇത് നമ്മുടെ ചിത്രേച്ചിയുടെ കുട്ടികളാണ് കേട്ടോ. അതെ, മൂത്താളും ചെറിയാളും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയാത്തവർ ചോദിക്കൂട്ടോ ചിത്രേച്ചി ആരാ എന്താന്നൊക്കെ. അപ്പോൾ ചിത്രേച്ചി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ കുട്ടി ഫാൻസാണ് കേട്ടോ. കുറേ പിള്ളേർ ഒക്കെ ചിത്രേച്ചിയുടെ കസിൻസാണ്. എല്ലാവരും ഓടി വന്ന് നമുക്ക് കൈ തരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണും. തേജുവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാ. തേജുവിനെ കുറേ മെരുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ തേജുവിന് ജാടയെന്ന് വിചാരിക്കും തേജു വലുതായി. പക്ഷെ അങ്ങനെയല്ല. തേജു കുറച്ച് എന്താ പറയുക, ഇപ്പം കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവൻ പെട്ടെന്ന് ആരായിട്ട് അങ്ങോട്ട് മിങ്കിളാവില്ല. പക്ഷെ കമ്പനി ആയാണ്ടല്ലോ ലാസ്റ്റ് തലയിലെടുത്ത് വെക്കേണ്ടായിരുന്നു അവനെ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒറ്റയടിക്ക് ആവില്ല. ഇത് ഈ മോണ്ടല്ലോ, ഈ മോൻ കുറേ വട്ടം അവൻ്റെ പിന്നാലെ തേജുവോ വിളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ തേജുവിന് ഭയങ്കര നാണും ചമ്മലും ചടപ്പൊക്കെ ഉണ്ട്. കണ്ട ഇങ്ങനെ ഒരു തിരിയുക ചെയ്യുക. അവരെത്ര വിളിച്ചാലും അവ ഇങ്ങനെ തിരിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കുക ചെയ്യുക. ആള് വാങ്ങിയില്ലേ ഒരെണ്ണ കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ അതേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും അതേട്ടാ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ ഈ പിള്ളേർ എടുത്താൽ തൊട്ട് ഇവരെയും കൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുപ്പിച്ചത്. പിന്നെ ഇവരുടെ കൂടെ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരുടെ കൂടെ നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാവരും നിന്നു. പെൺകുട്ടീനെ ഡ്രസ്സ് മാറ്റിക്കില്ലേ, ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അവരൊരു ഓൾറെഡി ഒരു ഡ്രസ്സിൽ നിൽക്കും. പിന്നെ ഇവിടെ വന്നിട്ട് പുടവ കൊടുക്കാൻ എന്താ പറയില്ലേ, ഇവർ കൊടുന്ന ഡ്രസ്സ്, ചെക്കൻ്റെ വീട്ടുകാർ കൊടുന്ന ഡ്രസ്സാണ് കേട്ടോ അത് ഇടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കി ചടങ്ങ്. ഇതിട്ടതിന് ശേഷം ഇനി മോതിരമാറ വളയിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ചെയ്യാനാട്ടോ നിൽക്കണത്. കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നിൽക്കണത്. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, കുറവുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒട്ടയ്ക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചടങ്ങും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ചിത്രേച്ചി ആരാന്നല്ലേ ഒരുപാട് പേര് വിചാരിച്ചിരുന്നത് ചിത്രേച്ചി എൻ്റെ കസിനാന്നാണ്. കസിനോ അങ്ങനെ ആരും അല്ല കേട്ടോ. സത്യം പറഞ്ഞ രക്തബന്ധമൊന്നും ഇല്ല. പക്ഷേ എന്താ പറയുക, ഒരമ്മ പറ്റില്ലെങ്കിലും നമുക്കൊരു സഹോദരങ്ങളെ ഇവിടുന്ന് കേട്ട് കിട്ടില്ല. അതേപോലെ കിട്ടിയ ഒരു സഹോദരിയാണ് എനിക്ക് ചിത്രേച്ചി. അതായത് ഞാനൊരു 2 വർഷം മുമ്പ് ഞാൻ നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിജി കാർഡ് എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ. അപ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ അതിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഞാൻ, നമ്മുടെ ചിത്രേച്ചി, അതുപോലെ നമ്മുടെ ദൃശ്യേച്ചി, ആര്യ, ആദർശ്, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടിയ കോണ്ടാക്റ്റാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിന്ന് ഇതുപോലെ കിട്ടിയ ആളാണ് ചിത്രേച്ചി. ചിത്രേച്ചി എൻ്റെ ഡയറക്റ്റ് ലീഡറാണ് കേട്ടോ. നേരെ എൻ്റെ ടോപ്പിലുണ്ടായിരുന്ന ലീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല കോണ്ടാക്ട് കൂടുതലായിരുന്നു. നമ്മളതിനെ ഗൈഡ് ചെയ്തിടേണ്ട ആളായിരുന്നു നമ്മുടെ ഗ്രൂപ്പും കാര്യങ്ങളും ടീമൊക്കെ. അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ ഓൾറെഡി നല്ല കമ്പനി ആയിരുന്നു. പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ആ ഒരു ബോണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് കൊണ്ട് നല്ല രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് ഞങ്ങളുടെ ആ ഒരു ബോണ്ട് പോകുന്നുണ്ട്.
ബോണ്ട് പോകണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ബേസിൽ പിന്നെ എനിക്ക് ഫ്രണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചിത്രേച്ചിനെ. ശരിക്കും എനിക്കൊരു ചേച്ചി, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാവരോടും പറയും, ഒരിക്കലും ഞാൻ ഫ്രണ്ടായിട്ടല്ല ചിത്രേച്ചിനെ കണ്ടേക്കണത്. എൻ്റെ ഒരു സ്വന്തം ചേച്ചി, നമ്മുടെ ഒരു സഹോദരി. കാരണം എനിക്ക് ചേച്ചിയില്ല, എനിക്ക് അനിയത്തിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നമുക്ക് തരേണ്ട ആ ഒരു എന്താ പറയുക ഒരു ചേച്ചിനെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരു ഇതുണ്ടാവും, നമ്മുടെ അടുത്തൊരു ബോണ്ട് ഉണ്ടാവും. ആ ബോണ്ട് എനിക്ക് കിട്ടിയേക്കണത് ചിത്രേച്ചിയാണ് കേട്ടോ, സ്വന്തം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത്. അതുപോലെ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിലോ അത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും എല്ലാവർക്കും അത്രയൊരു കാര്യമാണ് ചിത്രേച്ചി എന്ന് പറയുമ്പോൾ. മെയിൻലി ആളുടെ ക്യാരക്ടർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. നല്ല ഒരു ഇതാണ്, ഒരു ബോണ്ടാണ്, അങ്ങനെ പറയാം. ഇനി കൂടുതലേക്ക് പറയാൻ അറിയില്ല. അപ്പം അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ ചിത്രേച്ചി നമ്മുടെ എല്ലാമാണ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ നമ്മുടെ ഇതുണ്ടായിരുന്നു, നെയ്ച്ചോറും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോറാട്ട വാങ്ങിയത്, നല്ല സാമ്പാറിൻ്റെ മണം അങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. ഞാൻ നെയ്ച്ചോറ് കഴിച്ചില്ല കേട്ടോ. പിന്നെ ചിക്കൻ കറി കുറച്ച് എടുത്തു കേട്ടോ. പക്ഷെ സാമ്പാർ ഒരു രക്ഷയിലോട്ടോ, എന്തൊരു രസമാണ് ഈ സാമ്പാറും. എനിക്ക് ഞാൻ പറയാറില്ല, മുന്നും പറയാറുണ്ട്, എനിക്കിപ്പോൾ എന്താണോ ഉച്ചയ്ക്കൊക്കെ ചോറ് സാമ്പാറും പുറത്ത് പോയി അത് കഴിക്കാൻ എനിക്ക് തോന്നുള്ളൂ. എന്തോ ലക്കിന് സാമ്പാറും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു. തേജും മിൻചേട്ടനൊക്കെ നെയ്ച്ചോറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതേ നമ്മൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. തേജപ്പോൾ അത് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഞാനിവിടെ കിളി പോയി കിടക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വൻ ശോക അവസ്ഥയിലായിരിക്കണത്. എനിക്ക് നല്ല വയറുവേദനയും അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരിക, തല ചുറ്റുക, ആകെ മൊത്തം ഒരവസ്ഥയാടന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇരിക്കണത്. എനിക്ക് തീരെ വയ്യാടുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇതേ പിള്ളേർ പോവാട്ടോ, അവരൊക്കെ പരിപാടി കഴിഞ്ഞ് ഇവരൊക്കെ അടുത്ത വണ്ടിയിൽ പോവാന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളോട് യാത്ര പറയാൻ വരികയാണ് കേട്ടോ. ടാറ്റ പോവാണ് എന്നൊക്കെ പറയാനായിട്ടാണ് നിൽക്കണത്. ചിത്രാൻ്റെ വീട്ടിലേക്കല്ലേ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ 1-2 വണ്ടിയിലൊക്കെ ആയിട്ട് ഓരോരുത്തർ പോയിട്ടുണ്ട്. അപ്പോൾ ചിത്രേച്ചി പറയുന്നുണ്ട് മറ്റൊരു ഡ്രസ്സ് മാറാൻ പോയിക്കാണ് കേട്ടോ. അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് താറിൽ പോവാൻ ഇവിടെ ഇരിക്കുകയും മറ്റേ വണ്ടിയിൽ എല്ലാവരും പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ടോ. ഞങ്ങളൊരു 5-8 പേര് മാത്രം ഇവിടെ ഇരുന്നു. തേജപ്പനാണെങ്കിൽ ഇതേ പോവാ പറഞ്ഞിട്ട് ഇരിക്കണത് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് കാറ്റൊക്കെ കിട്ടിയാൽ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അവനെ സോഫയിൽ അവിടെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ കല്യാണം ഇങ്ങനെ പന്തല് സെറ്റിലൊന്നും ഇരുന്നിട്ട് നടത്താൻ പറ്റില്ല. അപ്പോൾ പന്തല് വിളക്കുണ്ട്, എല്ലാം ഉണ്ട്, ഒപ്പം തേജും ഉണ്ട് ഫ്രീ ആയിട്ട്. ഞങ്ങളും കല്യാണം കഴിച്ചിട്ട് സെറ്റിയിലിരിക്കണോ. നേരെ ഫ്രണ്ടിൽ പറ വിളക്ക് വിത്ത് തേജു നോക്കടാ. പക്ഷെ ഒരു അരിക്കിലാന്ന് മാത്രം, നേരെ നടിക്കിലല്ല, ഒരു അരിക്കൊരു മുക്കിലാണ് ഞങ്ങൾ ഇരിക്കണത്. ഫ്രണ്ടിൽ ക്യാമറാമാൻ ഉണ്ട്, ആൾക്കാർ കുറച്ച് പേരുണ്ട് അല്ലേ. ചെറിയ രീതിയിലുള്ള വിൻഷേൻ്റെ രോദനമാണ് കേട്ടോ കേട്ടത്. പിന്നെ ഇത് ചിത്രേച്ചീൻ്റെ വേറൊരു കസിനിലുള്ള അനിയൻ്റെ മോളാണ് കേട്ടത് വിൻഷേട്ട് എടുത്ത് നിൽക്കണത്. അപ്പം നല്ല രസമുണ്ട്. ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ അവിടെ ചിത്രേച്ചി എടുത്ത് നടക്കുമ്പോൾ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ ആ നേരത്തേക്ക് ഉറങ്ങി, നല്ല ഉറക്കമായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉറങ്ങി എന്നിട്ടിപ്പോൾ വേഗം എടുത്തു. സൗണ്ട് മുഖം മറക്കല്ലേ അവൻ പോയി ഏതോ സ്ഥലത്തേക്ക് പോയി എന്തോ ആലോചിച്ചു. ഇതൊക്കെ കണ്ട് മൈൻഡില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ടീച്ചർ നിങ്ങൾ എന്തായാലും കാട്ടിക്കോ, ഞാനിവിടെ കിടന്ന് കറങ്ങിക്കോളാം എന്നുള്ള മൈൻഡിലാട്ടോ തേജ് അവിടെ നിൽക്കണത്. പിന്നെ നമ്മൾ നമ്മുടെ ഇതേ വീട്ടിലേക്ക് പോകാൻ തിരിക്കുകയാണ് കേട്ടോ. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളിതേ താറിലായിട്ട് പോയി. നമ്മുടെ തേജപ്പൻ തൊയിരം തന്നിട്ടില്ല കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ അമ്മേ നമുക്ക് താറിൽ പോവാ അത് താറിലാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതും പറഞ്ഞിട്ടാണ് നിൽക്കണത്. അങ്ങനെ ഇതേ ആ തേജപ്പൻ്റെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചിരിക്കുന്നു. കുട്ടീനെ ഇതേ താറിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിതേ ആദ്യം ചിത്രേച്ചിയുടെ വീട്ടിലേക്കാട്ടോ പോവുക. കാരണം നമ്മുടെ വണ്ടി അവിടെ ഇരിക്കണത്. അവിടെ ചെന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും
പോവും. എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ യാത്ര പറഞ്ഞിട്ട് ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകും, നമ്മുടെ പട്ടാമ്പിക്ക് പോട്ടാ. അപ്പോൾ പോണ വഴിക്ക് ഇതേ ഇവർക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിൻഷേട്ടൻ കുറച്ച് നോർമൽ വാട്ടറും പിന്നെ എന്തോ പെപ്സി അല്ല സ്പ്രൈറ്റ് തോന്നണു അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവർ മറ്റേ റൈസൊക്കെ അല്ല കഴിച്ചത്, അപ്പോൾ വെള്ളം ദാഹം കൂടുമല്ലോ. ഞാൻ പിന്നെ ചോറാ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ചോറ് സാമ്പാറും എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ. അങ്ങനെ അതേ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി ഇനി അതിരുന്ന് കുടിക്കും കേട്ടോ. അപ്പോൾ തേജുനും അല്ല എല്ലാവർക്കും കുടിക്കാൻ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ മേത്ത് കൂടെ പകുതി പോവും, അതുകൊണ്ട് നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ നമ്മൾ തിരിഞ്ഞ് വീണ്ടും നമ്മുടെ ചിത്രേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് എല്ലാവരോടും യാത്ര പറയണം. യാത്ര പറഞ്ഞിട്ട് നമുക്കിനി വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ആദ്യം വന്നു കേട്ടോ. ഞങ്ങൾ മാത്രമാണ് ഏറ്റവും ലാസ്റ്റ് വന്ന് ഈ ഒരു വണ്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വേറെ ഡ്രസ്സിൽ ഫോട്ടോസ് എടുക്കാനും കൂടി നമ്മളവിടെ നിന്നു. ഇവർ വന്നിട്ട് 2-3 മണിക്കൂറായിട്ടുണ്ടായിരിക്കും. ഇവർ കഴിഞ്ഞ പാടെ തന്നെ ഒരു ട്രിപ്പിൽ 1-2 ട്രിപ്പിൽ ആൾക്കാർ പോന്നേക്കണു. അങ്ങനെ നമ്മൾ ഇതേ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്കാട്ടോ പോണത്. അങ്ങനെ വീടെത്തിയപ്പോൾ ഇതേ അച്ഛനും ആരെയും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. തേജുവിനാണെങ്കിൽ ഇതേ കൊറോണ ഇളകിയിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാ ചോദിച്ചാൽ അറിയില്ല, ഇടയ്ക്ക് അവൻ ഇങ്ങനെ ഒരു കൊറോണ ഇളകാറുണ്ട്, പിണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ ചെന്ന് വിളിച്ചാൽ അവിടുന്ന് ചാടി പോരാറുണ്ട്. ഇത് അച്ഛനെ കളിപ്പിക്കാൻ നിൽക്കുക കേട്ടാ. ഞാൻ പറഞ്ഞു മുടി കാക്കാനമ്മ ഇല്ലേ അച്ഛൻ അങ്ങനെ ഇട്ട് കറക്കാൻ നോക്കിയതാട്ടോ. ലാസ്റ്റ് അച്ഛനെ പൊക്കിയെടുത്ത് കൊടുന്നു കേട്ടാ. പിന്നെ ഉള്ളിൽ കയറി. പിന്നെ എന്തുണ്ടായി വെച്ചാൽ ഞങ്ങൾ ചെന്ന പാടത്തന്നെ ഞാനും അത് വിൻഷേട്ടനും അതാ പടമായിട്ടാ. കാരണം അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. നമ്മളൊരു 2 മണിയോട് 2:30 കൂടിയിട്ടാ തോന്നുന്നു വീട്ടിലെത്തിയത്. പിന്നെ അതേ ഈ വണ്ടിയുടെ ഹോണും പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ആ ഒരു സൗണ്ട് കേട്ടാണ് ഉറക്കത്തുനിന്ന് ഞെട്ടി എനിട്ടത്. ആ നേരം കൊണ്ട് ഇത് അച്ഛൻ ചായയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാനൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഉറക്കം പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഇത് അച്ഛൻ ചായ കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയണത്. അച്ഛൻ പറയുന്നുണ്ട് വായു ചായ കുടിക്കിന് പോകുമ്പോൾ ഇനി ധൃതി പിടിച്ച് പോകണ്ട, ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പാൽ ചായയും പിന്നെ എന്തോ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ബെന്ന് പോലത്തെ സംഭവം, അതും മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ പുട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് പുട്ട് മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ രാവിലെ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ പുട്ടിൻ്റെ ടേസ്റ്റ് പുട്ടിട്ടില്ല മറ്റേ കറിയില്ലേ നമ്മുടെ ഗ്രീൻ പീസ് കറി, അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടും ആ കറിയും കൂടിയിട്ടാണ് കഴിച്ചത്. അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ നടന്നിട്ട് ചായ വെക്കണ പണി ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉറങ്ങിയിട്ട ക്ഷീണത്തിൽ ഉറങ്ങി, ആരും കിടന്നു തോന്നണു കേട്ടോ. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛനായിരുന്നു ഇന്നത്തെ ചായയും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മ വരുമ്പോൾ വൈകൂട്ടോ. കാരണം അമ്മ മിക്കതും 5:30 കഴിഞ്ഞിട്ട് എത്തുണ്ടായിരിക്കുള്ളൂ. അമ്മയ്ക്ക് ഇന്ന് പണി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറേ പേര് ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് എന്താ പണി. അമ്മ നാട്ടിലെല്ലാ പണിക്കും പോവും. അതായത് ഇപ്പോൾ നാട്ടിൽ നാടൻ പണികൾ ഉണ്ടാവില്ലേ, കൂർക്ക സീസണായ കൂർക്കട പണി, പിന്നെ അങ്ങനത്തെ ഒരുവിധം നാട്ടിലെ എല്ലാ പണിയുണ്ട്. ഞങ്ങളുടെ നാട് കുറച്ച് കൃഷി സംബന്ധമായ നാടാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാ പണിക്കും അമ്മ പോവും. പിന്നെ എന്നും ഈ പണി ഉണ്ടാവണം എന്നില്ല, ഓരോ സീസൺ വെച്ചിട്ടൊക്കെ ആയിരിക്കും പണി വരിക. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞായറാഴ്ചയും പണി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അമ്മ കിട്ടണ ദിവസത്തെ പണിക്കൊക്കെ അമ്മ പോവാറുണ്ട്. അതുകൊണ്ട് ഇന്ന് അമ്മ ഇല്ല കേട്ടോ. ഇന്ന് യാത്രയൊക്കെ അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മേനെ കാത്തുനിന്നാൽ ഞങ്ങൾ നേരം മെഴുകും. എന്താ വെച്ചാൽ വിൻഷേട്ടനെ വൈകിട്ട് വിൻഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങളതിനെ അവിടെ ആക്കിയിട്ട് വേണം വിൻഷേട്ടൻ അതിന് പോകണമെങ്കിൽ. അപ്പം 5:30ക്കാണ് വിൻഷേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് ഞങ്ങളോട് പട്ടാമ്പിക്ക് എത്താൻ പറഞ്ഞത്, എന്നോടല്ല കേട്ടോ വിൻഷേട്ടനോട്. അപ്പോൾ പിന്നെ നമുക്ക് ആ നേരത്തേക്ക് ഇറങ്ങണം. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ തന്നെ അമ്മയോട് പിന്നെ അമ്മ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എപ്പോഴേക്ക് എത്തുക, അമ്മേനെ കാക്കണ്ട പോവാതെ നേരം മെഴുകണ്ട, പോവുകയാണെങ്കിൽ പൊക്കോട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊരു 4:45-5 മണിയോട് കൂടി ഞങ്ങൾ ചായ കുടിച്ച പാടത്ത് തന്നെ ഇറങ്ങിയിട്ടാ. അമ്മ എന്തായാലും 5:30 കഴിയുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരമായപ്പോൾ വേഗം ഇറങ്ങിയിട്ടാ. അതുകൊണ്ട് ഇന്ന് അച്ഛനും ആര്യായിട്ടോ ഒന്ന് യാത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. തേജപ്പം കണ്ണാടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടൻ 100 കാര്യം മാർക്കോട്ടെ. ഇവിടെ എത്തിയതിന് ശേഷമാണ് വിൻഷേട്ടൻ പറയുക അയ്യോ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. അപ്പം അച്ഛതേ ഹെൽമെറ്റ് എടുത്തിരുന്നുണ്ട്. അപ്പം ഹെൽമെറ്റ് വാങ്ങാനാണ് ഞാനീ പോണത് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും എത്തുന്ന കേട്ടോ വിചാരിച്ചത്. കാരണം ഒരു 11:30-12 മണിയോട് കൂടി എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എത്തി അമ്മേനെ കാണാമല്ലോ. എന്തായാലും ഇറങ്ങണ നേരത്ത് അമ്മേനെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതല്ലേ. പിന്നെ അച്ഛനും ആരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തുന്ന വിചാരിച്ച് അമ്മ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തുന്ന വിചാരിച്ച് എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്തുമോ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇല്ലേ വൈകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ എന്തായാലും പറഞ്ഞു അമ്മ എന്തായാലും 6 മണിയോട് കൂടിയിട്ട് എത്തുള്ളൂ, നിങ്ങൾ വൈകണ്ട, നിങ്ങൾക്ക് വിൻഷേട്ടന് മറ്റേ പരിപാടികളെന്തല്ല അപ്പം എന്നാൽ പൊക്കോട്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഞങ്ങളിങ്ങനെ അമ്മ വരേണ്ടതും കാത്തിരുന്നാലോ വിചാരിച്ചിട്ട് തോന്നുന്നു പൊക്കോ എന്ന് പറഞ്ഞ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതേ അച്ഛനോടും ആര്യോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. പിന്നെ പോണ വഴിക്ക് മൊത്തം ഇതേ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞു കൃഷ്ണന്മാർ ഇങ്ങനെ പോകണ്ടിട്ടാ. നമ്മുടെ തേജപ്പന് ഇതുവരെ നമുക്ക് വേഷം കെട്ടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ കൊല്ലും ആ ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ പോണ വഴിക്ക് നമ്മുടെ സുജിമോൻ ബസ്സായിട്ട് പോണത്. അപ്പോൾ തേജപ്പനൊക്കെ കാണിച്ചു തരണത് അമ്മ നമ്മുടെ
ബസ് നമ്മുടെ സുജിമോൻ ബസ് ഇതേ പോണൂന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടനോട് അച്ഛൻ ബസ്സിനെ വെട്ടിക്ക് എന്നിരുന്നും പറയുന്നുണ്ട്. സുജിമോൻ ബസ്സിന് ഭയങ്കര പ്രത്യേകത കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഈ ബസ് പോവുക. ഡയറക്റ്റ് തൃശ്ശൂർക്കുള്ള ബസ്സാണ് കേട്ടോ നമ്മുടെ സുജിമോൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഇതിലാണ്. എൻ്റെ ഇപ്പം മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും സുജിമോനിലാണ് പോവുക. പിന്നെ ഞാൻ തൃശ്ശൂർ ഡിപ്ലോമ പഠിക്കുമ്പോൾ ഈ ബസ്സിലാണ് ഞാൻ പോവുക. അതുകൊണ്ട് സുജിമോൻ ബസ് വിട്ടിട്ടുള്ള കളിയില്ല. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഞങ്ങളുടെ സുജിമോൻ ബസ് വേണം, എന്നാലാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങളുടെ ഈ ബസ്സിൻ്റെ പ്രത്യേകത കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വിൻഷേട്ടൻ നേരെ ഇവിടെ ആക്കിയിട്ട് പോവാട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ്, സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.